ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മനൂസ് വ്ലോഗ്. അപ്പോൾ വളരെ ടേസ്റ്റിയും വളരെ ഈസിയുമായ ഈ ക്രീമും കാര്യങ്ങളും ഒന്നും വേണ്ടാത്ത ഒരു ഡോണറ്റ് നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കാം എന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിനായി നമ്മളിവിടെ ആദ്യം തന്നെ 200 ml റൂം ടെമ്പറേച്ചർ മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ഈസ്റ്റും ആവശ്യത്തിന് സാൾട്ടും ബട്ടറും 3 ടീസ്പൂണോളം ഷുഗറും ആഡ് ചെയ്യാം. അപ്പോൾ 400 ഗ്രാം മൈദയാണ് നമുക്കിനി ഇവിടെ വേണ്ടത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്പമായി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടതൊരു ഡോ രൂപത്തിൽ ആക്കിയെടുക്കണം. ഇനി ഇതൊരു സ്മൂത്ത് ഡോ ആകുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിൽ മൈദ തൂവി അതിലേക്ക് നമ്മുടെ ഡോ ഇറക്കി വെച്ച് ഇതൊന്ന് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മുടെ മൈദ തൂവി അതിലേക്ക് നമ്മുടെ ഡോ ഇറക്കി വെച്ച് കൊടുക്കണം. ഇനി നമ്മുടെ ഡോ എടുത്ത് 2 പാർട്ടായി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം അത് പീസാക്കി ഒരു ബോൾ രൂപത്തിലാക്കി എടുക്കുക. ഇനി ഓരോ ബോളുകളും നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം. ഇനി നമ്മൾ നീളത്തിലാക്കിയെടുത്ത ആ ഡോയുടെ 2 അറ്റത്തും പിടിച്ച് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാതും ഇതുപോലെ ഒന്ന് നീളത്തിലാക്കി ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാവാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പുറം ഭാഗം മാത്രമേ വേവുകയുള്ളൂ, ഉൾഭാഗം കറക്റ്റിൽ നമുക്ക് ആ വേവ് കിട്ടുകയില്ല. അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇവിടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡെക്കറേഷന് വേണ്ടി നമ്മൾ ഇവിടെ കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ ഡോണട്ടും എടുത്ത് നമ്മുടെ ഷുഗർ മിക്സ്ചറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാതും ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ക്രീമും കാര്യങ്ങളും ഒന്നുമില്ലാതെ വളരെ ടേസ്റ്റിയും ഈസിയുമായി നമ്മുടെ ഡോണറ്റ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഇത് ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയും കൂടി ഉള്ളൂ. അതുകൊണ്ട് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പുത്തൻ വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. ബൈ.